നച്ചുമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുരുടേശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള യാത്രാവിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. മുരുടേശ്വരത്തിലേക്ക് പോകുന്ന വഴിക്ക് അറേബ്യൻ സമുദ്രത്തിൻ്റെ ഇത്തരത്തിലൊരു വ്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. ഹൈവേയോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വ്യൂ നമുക്ക് കിട്ടുക. ഇപ്പോൾ സുരക്ഷാ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് കടൽ തീരത്തേക്ക് ആരെയും ഇറക്കുന്നതല്ല. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. മാത്രമല്ല റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ നല്ല ഗോപുരങ്ങളോട് കൂടിയ ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. ചെറിയ മഴയുള്ള ഒരു സമയത്താണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്ക് തന്നെ എത്തുന്നത്. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ ഭട്കൽ താലൂക്കിൽ ഉൾപ്പെട്ട ഒരു ചെറിയ പട്ടണമാണ് ഈ മുരുടേശ്വര എന്ന് പറയുന്നത്. ഈ ഒരു ക്ഷേത്രം, അതായത് നമ്മളിപ്പോൾ മുമ്പിൽ കാണുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുരാതനവും അതിപ്രശസ്തവുമായ മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യമാണ് ഈ ഒരു പ്രദേശത്തിന് മുരുടേശ്വര എന്ന പേര് വരാൻ കാരണം. അറേബ്യൻ സമുദ്രത്തിൻ്റെ തീരത്താണ്, നമ്മളിപ്പോൾ ഈ കണ്ട സമുദ്രത്തിൻ്റെ മറ്റൊരു തീരത്താണ് ഈ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഈ ഒരു പട്ടണം തന്നെ സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രം കൂടെയാണ് ഇവിടെ. നമുക്ക് ഇവിടുത്തെ തിരക്ക് കണ്ടാൽ അറിയാം, മഴയാണെങ്കിൽ പോലും നല്ല തിരക്കുണ്ട്. ഇതും നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ളവയാണ്. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇതുവഴി നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. അവിടുന്ന് പിന്നെ നമ്മൾ ആ ശിവ പ്രതിമയുടെ അടുത്തേക്ക് കുറച്ച് ദൂരം കൂടെ നടക്കണം. ഡയറക്റ്റ് നമുക്ക് ക്ഷേത്രത്തിൽ കയറേണ്ട, ആ ഒരു പ്രതിമയുടെ അവിടെ തന്നെ പോയാൽ മതി എന്നുള്ളവർക്ക് വണ്ടി ആ ടോപ്പിൽ എത്തുന്നതാണ് കേട്ടോ. ആ ഒരു വ്യൂ ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാത്രമല്ല ഈ ഒരു മുരുടേശ്വർ എന്ന് പറയുന്നത് കൊങ്കൺ റെയിൽവേയുടെ ഒരു സ്റ്റേഷനുള്ള ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ. നമ്മൾ ആ പ്രധാന വാതിൽ കടന്നപ്പോൾ കുറച്ച് ആൾക്കൂട്ടം കണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അവിടെ 20 രൂപ നിരക്കിൽ വലിയവർക്കും 10 രൂപ നിരക്കിൽ കുട്ടികൾക്കും നമ്മൾ പാസ് എടുത്തിട്ട് അവിടെ ഒരു ലിഫ്റ്റ് സംവിധാനമുണ്ട്. ആ സംവിധാനം വഴി ആ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെത്തുമ്പോൾ ശിവപ്രതിമയെ നമുക്ക് നേർക്ക് നേർ കാണുന്ന ഒരു വ്യൂ കിട്ടും. അതുപോലെ തന്നെ കടലിൻ്റെയും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു ദൂരെ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പാകത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സ്വർണം പൂശിയ രീതിക്ക് അതുപോലെ ആണ് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകൾ വശം കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് സമുദ്രത്തിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നതാണ്. അറേബ്യൻ കടലിന് സമീപമുള്ള കന്തുകഗിരി എന്ന ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൃഡേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തും സൈഡിലും മുകൾ വശത്തുമൊക്കെ ആയിട്ട് സ്വർണ്ണ നിറത്തിൽ പൂശിയ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് നോക്കിയാൽ ക്ഷേത്രത്തിന് പിറകുവശത്തുള്ള ആ ഒരു കൂറ്റൻ ശിവപ്രതിമ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നത് സ്വർണ്ണരഥമാണ്. ഭഗവാനെ എഴുന്നള്ളിക്കാനുള്ള സ്വർണ്ണരഥം. ക്ഷേത്രവും ക്ഷേത്ര പരിസരവും പൂർണ്ണമായി CCTVയുടെ നിരീക്ഷണത്തിലാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സുമുണ്ട്. ഈ ക്ഷേത്രത്തിനുള്ളിലൂടെ തന്നെ ഈ സ്റ്റെപ്പുകൾ കടന്ന് നമ്മൾ മുകളിലേക്ക് നടക്കുമ്പോഴാണ് ആ ഒരു ശിവപ്രതിമ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് തിരക്കും മഴയും ഒക്കെ കൂടിയ ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. സ്റ്റെപ്പുകൾ കുറച്ച് കയറി ചെല്ലുമ്പോഴേക്കും നമുക്ക് ദൂരെയുള്ള ആ ഒരു ശിവൻ്റെ പ്രതിമ ദൃശ്യമാകുന്നതാണ്. അതുപോലെ തന്നെ വശങ്ങളും എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഇവരിവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. കയറി പോകുന്ന വഴിക്ക് നമുക്ക് സമുദ്രത്തിൻ്റെ ഒരു നല്ല വ്യൂവും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ ശിവലിംഗത്തിനൊക്കെ അപ്പുറയും ഇപ്പുറയൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റാച്യൂസ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് മൂകാംബിക ക്ഷേത്രത്തിൽ തൊഴുത് കൊല്ലൂർ മൂകാംബികയിൽ നിന്നും ഏകദേശം 60 കിലോമീറ്ററോളമാണ് ഈ ഒരു മുരുടേശ്വര ക്ഷേത്രത്തിലേക്കുള്ളത്. നമ്മൾ ഇവിടുത്തുകാരല്ലാത്തതുകൊണ്ടും വഴി നിശ്ചയമില്ലാത്തതുകൊണ്ടും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാലും ഗൂഗിൾ മാപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും നമ്മൾ അന്വേഷിച്ചോ നമുക്ക് നേരായ ഹൈവേ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വഴിയാണ്. റോഡ് സൈഡിൽ തന്നെ മുരുടേശ്വര ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു ആർച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കൊല്ലൂരിൽ നിന്ന് ബസ് മാർഗമോ അതല്ലെങ്കിൽ ട്രെയിൻ മുഖേനയോ ഇവിടെ എത്താൻ സാധിക്കും.
ഈ സ്റ്റെപ്പുകളെല്ലാം കയറി നമ്മൾ ഈ ഒരു ശിവപ്രതിമയുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ ഒരു നന്ദിദേവനെ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ പാസ് എടുക്കേണ്ടതാണ്. അതായത് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപ നിരക്കിലും നമ്മൾ ഇവിടുന്ന് പാസ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ശിവവിഗ്രഹത്തിൻ്റെ താഴെ തന്നെ ഒരു കൗണ്ടറുണ്ട്. അതുവഴി ഉള്ളിലേക്ക് കടക്കാൻ ഒരു വഴിയുണ്ട്. അതുവഴി നമ്മൾ ഉള്ളിലേക്ക് കടക്കുക. അതിനുശേഷം നമ്മളെ കാത്തിവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. അതായത് പുരാണവുമായി ബന്ധപ്പെട്ട ആ ഒരു കഥകൾ പ്രതിമ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഓഡിയോ പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ കഥകളൊക്കെ ആ ഓഡിയോ കേട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. माया मदद करने के लिए तैयार हूँ। ഈ കാഴ്ചകൾ കണ്ട് മറുവാതിലൂടെ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം ഈ ഒരു ശിവലിംഗത്തിന് നമ്മളൊരു വലം വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് പുറകിലായിട്ട് നമുക്ക് സമുദ്രത്തിൻ്റെ നല്ലൊരു വ്യൂവും അതുപോലെ തന്നെ ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു ശിവലിംഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനും സാധിക്കും. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ആ ഒരു വസ്ത്രങ്ങളുടെ ചുളിവുകളായാലും എല്ലാം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ശിവപ്രതിമയ്ക്ക് 123 അടി ഉയരമാണ് ഉള്ളത്. ലോകത്തിലെ തന്നെ ഉയരമേറിയ ശിവപ്രതിമയിൽ 2ാം സ്ഥാനമാണ് മുരുഡേശ്വര ക്ഷേത്രത്തിലെ ഈ ശിവപ്രതിമയ്ക്ക് ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രതിമ ഇരിക്കുന്ന വശത്തു നിന്നും നമ്മൾ താഴേക്ക് വീണ്ടും സ്റ്റെപ്പുകൾ ഇറങ്ങാതെ ഇപ്പുറത്തെ വശത്തൂടെ തിരിഞ്ഞു വരികയാണ്. ആ ഒരു സമയത്ത് നമുക്കിവിടെ ഒരു തേര് കാണാൻ സാധിക്കും. പാർത്ഥസാരഥി സങ്കല്പത്തിലുള്ള ഒരു തേര് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്നുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പണികളൊക്കെ പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ നമുക്കും അതിൻ്റെ ഉള്ളിൽ കയറി കാണാനുള്ള ഒരു സംവിധാനം അവർ ഒരുക്കിയേനെ. ഇവിടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതും നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ദൂരെയും തന്നെ ഇത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആണ് തരുന്നത്. കാഴ്ചയുടെ വസന്തം ഒരുക്കിയ മുരുഡേശ്വര ക്ഷേത്രത്തിൽ നിന്നും നമ്മളിനി യാത്രയാവുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും നമുക്ക് ക്ഷേത്രത്തിൽ കയറേണ്ട ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നേരിട്ട് വന്നാൽ മതി എന്നുള്ളവർക്ക് ഇവിടെ വരെ വാഹനങ്ങൾ എത്തുമെന്ന്. ആ ഒരു വഴിയിലൂടെയാണ് ഞാൻ താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാഹനത്തിൽ ഇറങ്ങി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂകാംബികയുമായി ബന്ധപ്പെട്ട 2 വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അത് നിങ്ങളൊന്ന് കയറി കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.